Hey, Joe, there's no charge today, mate. I don't charge people taking their kids to Great Ormond Street. No, listen, you give the money to him, get yourself a little toy. If you ever stuck up here and needs you back to Brentwood, there's my card, all right? Yeah, of course. Please, I don't feel right not paying you. No, you can either, two choices, you can put a bit of money in the pot or give it to your boy and get him a little toy, all right? Have a good day, mate, yeah? Thanks, mate. Thank you. See you later. Right, thanks a lot. See you later. Powerful stuff, mate. I don't charge people taking their kids to Great Ormond Street. അഭിരാമി മോഹനാണ് നമ്മുടെ കൂടെയുള്ളത്. അഭി, ഇതിപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിലും ആര് എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെ അഭിനന്ദിക്കുക, അത് നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും. അത്തരത്തിലൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലും വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയുമ്പോൾ ആ നല്ല മനസ്സിന് വലിയൊരു കൈയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. പൂജ, ഇത് നമുക്ക് പരിചിതമായൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ RCCയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ ശ്രീചിത്രയിലേക്കോ ഒക്കെ വരുന്ന ആൾക്കാർക്ക് സൗജന്യമായി അവരെ അവിടേക്ക് കൊണ്ടാക്കുന്ന ഓട്ടോ ചേട്ടന്മാരോ സ്വകാര്യ ബസ്സിലെ ആൾക്കാരോ ഒക്കെ നമുക്ക് കണ്ട് പരിചയമുള്ളതാണ്. അത്തരത്തിലൊരു വാർത്ത വിദേശത്തെ ഒരു രാജ്യത്തു നിന്ന് വരുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടിയാണ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിന് നിരവധി പേരാണ് അദ്ദേഹത്തിന് അഭിനന്ദന പ്രവാഹവുമായി എത്തുന്നത്. കുട്ടികളുടെ ആശുപത്രിയിലേക്ക് അസുഖബാധിതനായ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ് ആ കുടുംബം. ആ കുടുംബത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ച ടാക്സി ഡ്രൈവറാണ് അദ്ദേഹം. എന്നിട്ട് അവർ ആശുപത്രിയിൽ എത്തിയ ശേഷം ഇദ്ദേഹത്തിന് ഈ ടാക്സി കൂലി കൊടുക്കുമ്പോൾ അദ്ദേഹം അത് സന്തോഷത്തോടെ നിരസിക്കുകയാണ്. എനിക്കത് വേണ്ട, ഈ ആശുപത്രിയിലേക്ക് കുഞ്ഞുങ്ങളുമായി എത്തുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങാറില്ല, നിങ്ങളതെനിക്ക് തരരുത്. അത് ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനൊരു മരുന്ന് വാങ്ങാനോ ആ പൈസ നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ ആ പണം നിരസിക്കുകയാണ്. എത്ര പേർ ഇതുപോലെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ അന്ന് ആ ഓട്ടം കൊണ്ടുണ്ടാകുന്ന പൈസ വെച്ചിട്ടായിരിക്കും കുടുംബം പുലർത്തേണ്ടത്. ആ ഒരു പണം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ വലിയൊരു സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അഭി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ പോലല്ലോ, നല്ല മനസ്സുള്ള ആൾക്കാർ ലോകത്ത് എവിടെയുണ്ടെന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും തീർച്ചയായിട്ടും. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ ടാക്സി ഡ്രൈവറും.